ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഡ്രസ്സ് വലിയ ഇഷ്ടമാണ് എനിക്ക്. അത് ചെറുപ്പമാണെന്ന് ജനങ്ങളിലേക്ക് വരുത്താനുള്ള ചെറുപ്പമല്ല, എന്നാലും ചെറുപ്പം ആവട്ടെ ജനങ്ങളിൽ. അവനാൾ ചെറുപ്പമായിട്ടെന്ന് വിശ്വസിച്ചിട്ട് ഇത് വേഷം കിട്ടുക. മറ്റേതൊക്കെ കറപ്പിച്ചു മീശയൊക്കെ. ഇപ്പം തോന്നി 70 കഴിഞ്ഞില്ല, ഇനി കറപ്പിക്കണ്ട. അത് പറഞ്ഞു. അതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ കറപ്പിച്ചിങ്ങനെ വന്നപ്പോൾ ഇതെന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല എന്താ ഉണ്ടായിയോ, ഞാൻ കയ്യിലിരിക്കട്ടെ, ഇത് മഹാവൃത്തികേടാട്ടോ എന്നോട് പറഞ്ഞു. അന്ന് തുടങ്ങി ഇത് വേണ്ടല്ലേ. അങ്ങനെയാണ് ഇങ്ങനെയാക്കിയത്. എൻ്റെ മകൻ തൊണ്ണം പറ്റാ, അവൻ TCS വർക്ക് ചെയ്യുക. കുട്ടിയൊക്കെ ഉണ്ട്. അവൻ ഞാൻ ചെന്നപ്പോൾ അച്ഛാ ദിസ് ഇസ് ടു മച്ച്. ടു മച്ച് അല്ല, 3 മച്ച് പോടായിരുന്നു. അവൻ ഫോർമൽ ഷർട്ട്, അവൻ്റെ ജീൻസും ടീഷർട്ട് സിമ്പിളായിട്ട് നടക്കണം. നമുക്കൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കാൻ ഭാര്യ ചീത്ത പറഞ്ഞു ഡ്രസ്സ് കൂടിയിട്ട് കണ്ടാൽ മേടിക്കും. ഞാനും ഉദയഭാനുവും ഞങ്ങൾ രണ്ടുപേരാണ് ഡ്രസ്സ് കോൺഷ്യസ് ആൾക്കാർ. ഉദയഭാൻ മരിച്ചില്ലേ ഭാനുമായിട്ട്. അങ്ങനെയൊക്കെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ. ഇവിടെ പോയാലും മേടിച്ചു. അതുപോലെ എനിക്ക് സ്വഭാവം പലതും താല്പര്യം. എൻ്റെ ഭാര്യയും ജേട്ടന് താല്പര്യമുള്ളത് എന്തല്ല, എല്ലാത്തിനും താല്പര്യമാണ്. ഗോൾഡ് ഉണ്ടോ, ഗോൾഡ് അത് താല്പര്യമാണ്. എന്തിനാ താല്പര്യമില്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. കാറ് ഞാൻ പണ്ടൊക്കെ ഓട്ടോറിക്ഷയിലാണ് തന്നെ 60, 70 സെൻറ്റ് ഓട്ടോറിക്ഷയും ബസ് മദ്രാസിൽ. അപ്പോൾ ദേവരാം മാസ്റ്റർ പറഞ്ഞു, എടാ നീ ഓട്ടോറിക്ഷയും ബസ് എനിക്കൊരു കാറ് മേടിക്കണ്ടേ. ഞാൻ കാറോ, എൻ്റെ ദൈവമേ സാറേ അത് പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യും, നാളെ ഇങ്ങോട്ട് വാ, നിൻ്റെ കാശ് വല്ലതും ഇരിക്കുന്നത് വെച്ചോ. അപ്പോൾ സാറേ ഒരു 10-12,000 രൂപ ഇരിക്കേണ്ടതോ, അതിങ്ങ് എടുത്തോണ്ട് വാ. വന്ന് പോയി സെക്കൻഡ് ഹാൻഡ് ഫിയറ്റ് കാറ് മേടിച്ചു നോക്കി. സാറാണ് ദേവരാജൻ സാറാണ് എനിക്കൊരു കാർ ആദ്യം മേടിച്ചത്, മറക്കില്ലാതെ തരം. കാറിരിക്കുമ്പോൾ അങ്ങനെ ഓർക്കുക. അപ്പോൾ അങ്ങനെയാണ് ആദ്യം കാറ് മേടിക്കുന്നത്. എൻ്റെ സ്നേഹിതർ, തുന്നൽക്കാർ, സാധാരണ പോലീസുകാർ, വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന, അവർ താഴ്ന്നവരെന്ന് ഞാൻ പറയില്ല, പറയരുത്, വളരെ ഇതായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ. എന്നാലും നമ്മുടെ ഒരു ടൈലറുണ്ട്, വലിയ ഫ്രണ്ടാണ്. അയാൾ വളരെ റിച്ചാണ്. തൃശ്ശൂർ ട്രിനിറ്റി ടൈലേഴ്സ് നല്ല റിച്ചാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിരിക്കും ഞാൻ. എന്താ കാര്യം പോയിരിക്കാൻ, ഡ്രസ്സ് ഷർട്ടുണ്ട് എടുക്കണ്ടേ, അതിങ്ങനെ എടുക്കുക, 2 തോന്നിക്കോളൂ. അതാണ് സംഗതി. അവിടെ പോയി പുള്ളി നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പോയാൽ ഞാൻ ഒരു തുന്നൽ മെഷീൻ മേടിക്കാൻ പോവാം, നിങ്ങളെ തുന്നൽ പഠിപ്പിച്ചു തരും. ഇനി അതോ വായനാശീലം ഇല്ല. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട ഞങ്ങളുടെ നാട്ടിൽ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ കളിക്കാൻ പോകും ഞങ്ങളിപ്പോൾ. ലൈബ്രറിയുടെ 120ാം ജന്മം. അപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ ലൈബ്രറി മുകളിൽ ഇപ്പോൾ എൻ്റെ മാഷൊക്കെ ഡാമാ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജഡ്ജ്, റിട്ടയർഡ് ജഡ്ജ് എറണാകുളത്ത്, അതിൻ്റെ പേര് കുറുപ്പ, ഒരു മാസം. അയാളാണ് ഈ പുകയില വിരുദ്ധ ഇത് അങ്ങനെ ചെയ്തേക്കണത്. പുകയിലയുടെ അങ്ങനെ തന്നെ ലോകത്തിലെ ഏറ്റവും എയ്ഡ്സ് അല്ല, ഇപ്പോൾ ഏറ്റവും ആൽക്കഹോളല്ല, ടുബാക്കോ പറഞ്ഞാൽ ടുബാക്കോണ് ഏറ്റവും മറ്റിൻ്റെ എന്നാൽ അങ്ങനെ പറഞ്ഞാൽ. അപ്പം ഞാനിപ്പുറത്ത് പറഞ്ഞു പിന്നെ വായനാശീലം, റീഡിങ് ഹാബി അത് ചെയ്താലേ. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും എനിക്കില്ലേ, എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ജസ്റ്റ്. പിന്നെ ഒരു മ്യൂസിക് ഇതൊരു വലിയ അത് ഹിയസ് വളരെ ലേണഡ്, അങ്ങനെ സാധനക്കാരനാണ്.
മ്യൂസിക്കിനെക്കുറിച്ചും പറഞ്ഞാൽ മ്യൂസിക്കിലെ ഏറ്റവും വലിയൊരു അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മറ്റേ ബീഥോവൻ, മോസാർട്ടെന്ന് കേട്ടിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കില്ല, പാട്ട് വായനാശീലവും ഇല്ല. ടൂബാക്കോ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുകല കൂട്ടി മുറുക്കലുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അതെ, നമ്മൾ ശ്രമിക്കുക. നമ്മളൊരു ജയൻ എന്നോട് ഇത്ര നെഗറ്റീവ് ആവരുത് കേട്ടോ. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പി